Good evening, sir. Yes, good evening, Smita. Good evening, sir. Okay, Hema, good evening. Good evening, sir. Yes, good evening to all. Okay, good evening. Arabichallo. Good evening, sir. Good evening. How are you? Fine. Very good, very good. Your name, Good please. evening, sir. Yes, good evening. Deepa Krishna. Yes. Let us start. Arabichallo. Okay, Smita. Ready. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ആ പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് ടൈപ്പ് പാർട്ടിസിപ്പിളിന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തെ പേര് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറഞ്ഞു. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസിനെ കൂടി ING ചേർക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ആ ING ചേർത്ത് വരുന്ന വാക്ക് വെർബായിട്ടും അഡ്ജക്റ്റീവായിട്ടും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് മാത്രമാണ് സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്. ഓക്കെ, അപ്പോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്കറിയാം, ഒരു വെർബിന് 3 ടെൻസ് നമ്മൾ പറയാറുണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, 3 ടെൻസ് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ഗോ എന്ന് പറയുന്ന വേർഡ് അതിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഗോൺ ആണ്. ഗോ, വെന്റ്, ഗോൺ. ഓക്കെ, ടേക്ക് ആണെങ്കിൽ ടേക്ക്, ടുക്ക്, ടേക്കൻ. ടേക്ക്, ടുക്ക്, ടേക്കൻ. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വരുന്നത് ഏതാണ്? ടേക്കൺ ആണ്. വാഷ് ആണെങ്കിൽ അതിന്റെ പാസ്റ്റ് ടെൻസ് വാഷ്ഡ്, WASHED. പാസ്റ്റ് പാർട്ടിസിപ്പിളും എന്ത് തന്നെയാണ്? വാഷ്ഡ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങോട്ട് മനസ്സിലാക്കുന്നത്, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് 1-2 പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നമുക്കൊന്ന് എഴുതാം. യെസ്, അപ്പൊ നിങ്ങൾ ആ നോട്ട്ബുക്കിൽ ഒരു സൈഡിൽ പ്രസന്റ്, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പാസ്റ്റ്, പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് എഴുതുന്നതിന് പകരം PP എന്ന് എഴുതിയാലും മതി. 3 ഹെഡിങ് എഴുതും: പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്,
പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, എഴുതിയില്ലേ? റെഡി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഗോ പ്രസന്റ് ടെൻസ് എഴുതുക, അതിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ് എന്ന് എഴുതുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ എന്നത് ഗോ വെന്റ് ഗോൺ. യെസ്, രമ്യ ഒരു പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറഞ്ഞേ. ഒരു പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും. റൈറ്റ്, ഓക്കെ. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഞാൻ വേറെ ഒന്നും പറയാണ്. സ്പീക്ക്, സ്പീക്ക്, SPAK, സ്പീക്ക്, സ്പോക്ക്, SPOKE, സ്പോക്ക്, സ്പോക്കൺ, SPOKEN, സ്പോക്കൺ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. യെസ്. അടുത്തത് വേറെ ഒന്നും പറയാണ്. യൂസ്, USE, യൂസ്. അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ പ്രദീപ് കൃഷ്ണ. സർ അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ യൂസ് എന്നുള്ളതിന്റെ യൂസ് യൂസസ് വരുമോ സർ? യൂസ്ഡ്, USED, യൂസ്ഡ്. ഓക്കെ സുരഭി, കറക്റ്റ് ആണ്. യൂസ്, യൂസ്ഡ്, USED, യൂസ്ഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് വാഷ്, WASH, വാഷ്. വാഷ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആരെങ്കിലും പറഞ്ഞേ? വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. ഓക്കെ ഓക്കെ. ഷാജില, വാഷ്, വാഷ്ഡ്, വാഷ്ഡ്, WASHD, വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. ഓക്കെ. അപ്പൊ ഇത്ര അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇത് വെച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി പ്രസന്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് പിടികിട്ടി. ഈ പ്രസന്റ് ടെൻസിന്റെ കൂടി ING ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അതായത് ആദ്യത്തെ വാക്ക് ഗോ, ഗോ എന്നുള്ളതിന്റെ കൂടെ ING ചേർക്കുമ്പോൾ ഗോയി, അതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതിന്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത്, അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ പിന്നീടാണ് ഇന്ന്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുരഭി, ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക, വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി, ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? പോയിട്ട്. യെസ്. പോയിട്ട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് അതിന്റെ കൂടെ പോയി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ശ്രുതി പറയുന്നു പോയി കഴിഞ്ഞു എന്ന്, സാബു ആൽബിയും പറയുന്നു പോയി കഴിഞ്ഞു എന്ന്. അങ്ങനെ പറയാം നമുക്ക്. പക്ഷെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ഓക്സിലറി വെർബും കൂടി വന്ന് ചേരണം. എങ്കിൽ മാത്രമേ അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് അർത്ഥം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ഓക്സിലറി വെർബും കൂടി വന്ന് ചേരണം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അത് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വെറുതെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, കടന്നിക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് മൂന്നാമത്തെ ഫോം വെർബിന്റെ V3 എന്ന് പറയുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ചില വാക്കുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മൂന്ന് രീതിയിലാണ്, അല്ലെ? ടേക്ക്, ടുക്ക്, ടേക്കൺ, ഗോ, വെന്റ്, ഗോൺ, അങ്ങനെയാണ്. ഈ ചില വാക്കുകൾ നമ്മൾ നോക്കുമ്പോൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയാണ്. നോക്കിയേ, യൂസ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് യൂസ്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിളോ അതും യൂസ്ഡ് ആണ്. വാഷ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് വാഷ്ഡ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളോ വാഷ്ഡ് തന്നെയാണ്. അപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ. പിന്നെ കഴിഞ്ഞ അപ്പൊ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വേറെ സംഗതി പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ തിരിച്ചു വരാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ING ഉള്ള വാക്ക് ഒരു
അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു ഓർക്കണ്ട. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ സോ എ ബ്യൂട്ടിഫുൾ സാരി. ഐ സബ്ജക്റ്റ് ആണ്, സോ കണ്ടു അത് വെർബാണ്, സാരി അതും നൗണാണ്, ഒരു പേരാണ് സാരി. ആ സാരിയെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണേ. എങ്ങനെയുള്ള സാരി? ബ്യൂട്ടിഫുൾ സാരി, കണ്ട മനോഹരമായ സാരി. അപ്പൊ ആ ബ്യൂട്ടിഫുൾ എന്ന് ഒരു നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ ആ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡിന് നമ്മളൊരു പേര് പറയും. അതാണ് അഡ്ജക്റ്റീവ്. എന്താണ് അഡ്ജക്റ്റീവ്? എ ബ്യൂട്ടിഫുൾ സാരി, എ ടോൾ ബോയ്, അതൊക്കെ നിങ്ങൾ അന്ന് പറഞ്ഞതാണ്. ദ ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ ഒരു അഡ്ജക്റ്റീവായിട്ട് നമ്മളിവിടെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ വരുന്ന വാക്ക് ഉപയോഗിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോമില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതിന്റെ അടിയിൽ വരുന്ന വേർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള വാക്ക് എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അഡ്ജക്റ്റീവ്. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെയോ ഒരു പേരിനെയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ നാമവിശേഷണം അഥവാ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ് ഓൾവേസ് ക്വാളിഫൈസ് ദ നൗൺ. നൗൺ എന്താണോ പറഞ്ഞത് അതിനെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യണം. ഈസ് എ മാൻ, അതിന്റെ അടുത്ത വഴി ഈസ് എ റിച്ച് മാൻ ഉണ്ടോ? അപ്പൊ റിച്ച് എന്ന് പറയുന്ന വേർഡ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ആ അഡ്ജക്റ്റീവ് വെച്ചിട്ട് അയാൾ എങ്ങനെയുള്ള മനുഷ്യൻ? പണക്കാരനായ മനുഷ്യനാണ്. അത് നമുക്ക് വേറെ രീതിയിലും പറയാം. ഈസ് എ മാൻ, ഈസ് എ പുവർ മാൻ, അവനൊരു ദരിദ്രനായ മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യനെ വിശേഷിപ്പിക്കരുത്, ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെർബിന്റെ മൂന്നാമത്തെ ഫോമിന്റെ അടിയിൽ വരുന്ന വാക്കുകളില്ലേ, അത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഞാൻ വേണമെങ്കിൽ ഒരു തുടക്കമിടാം, ബാക്കി നിങ്ങൾ പറയണം. ഞാൻ തുടങ്ങി വെക്കുകയാണ്. ഐശ്വര്യമായിട്ട് ഞാൻ തുടങ്ങി വെക്കുകയാണ്. ഒരു വാചകം നിങ്ങൾ എഴുതി. The car is ready for ready for sale. S-A-L-E, sale. The car is ready for sale. Okay, കാർ അതൊരു നൗണാണ്, ഒരു പേരാണ് അല്ലെ? കാറ് വിൽപ്പനക്ക് റെഡിയാണ്. ഞാൻ അപ്പൊ എന്ത് ചെയ്യണം? ഈ കാർ എന്നുള്ളതിനെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നു, അടുത്ത സെന്റൻസ് ഞാൻ പറയും, ദ യൂസ്ഡ് കാർ. അണ്ട നോക്കി, യൂസ്ഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ അവിടെ ചേർത്തു. നമ്മൾ നോക്കി, യൂസ് നേരത്തെ എഴുതിയിട്ടില്ലേ? എന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? യൂസ്ഡ് അല്ലേ? ആ യൂസ്ഡ് ഞാൻ ഇവിടെ അല്ല, യൂസ്ഡ് കാർ എങ്ങനെയുള്ള കാറാണ്? ഉപയോഗിച്ച കാറുകൾ വിൽപ്പനയ്ക്ക്. അല്ല, യൂസ്ഡ് കാർസ്. അപ്പൊ കാർ എന്നുള്ളത് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ ഒരു വാക്കാണ്. ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ കൂടി പറയാം. അപ്പൊ നിങ്ങൾ ഞാൻ മനസ്സിലൊരു എക്സാമ്പിൾ കണ്ടു വെച്ചോളോട്ടെ. നമുക്ക് ഞാൻ പറയുന്നുണ്ട്, ക്ലോത്ത് എഴുതണ്ട, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും മതി. ക്ലോത്ത്സ് ആർ ഓൺ ദ ടേബിൾ. ക്ലോത്ത്സ് തുണികള് ആർ ഓൺ ദ ടേബിൾ, മേശപ്പുറത്തുണ്ട്. Washed clothes are on the table. ഓക്കെ. ഞാൻ മനസ്സിൽ കണ്ടത് പ്രദീപ് കൃഷ്ണ ഷാജിയും മാനത്ത് കണ്ടു എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, വെരി ഗുഡ്. വാഷ്ഡ് ക്ലോത്ത്സ് അല്ല, വാഷ്ഡ് ക്ലോത്ത്സ്. അപ്പൊ നോക്കിയ വാഷ് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? വാഷ്ഡ് ആണ്. അപ്പൊ അതിവിടെ നമുക്ക് കേൾക്കാം, എങ്ങനെയുള്ള തുണികൾ? അലക്കിയ തുണികൾ. അപ്പൊ തുണിയൊന്ന് ഹൈലൈറ്റ് ചെയ്യില്ലേ? അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ സെന്റൻസുകൾ പറയുമ്പോൾ ഈ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ ഒരു വേർഡ് ഉപയോഗിക്കുക. അത് എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ആയിട്ട് വരണം. ഓക്കെ,
ആരംഭിച്ചോളൂ. പറയുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ആവാം. വെർബിന്റെ മൂന്നാമത്തെ ഫോം വന്നം അത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അതല്ലാതെയും വെർബിന്റെ മൂന്നാമത്തെ ഫോം നമുക്ക് ഉപയോഗിക്കാം വെർബായിട്ട്. അത് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്താ ING നമ്മൾ അഡ്ജക്റ്റീവ് ആക്കിയില്ലേ. ഇൻട്രസ്റ്റിംഗ് ന്യൂസ്, സർപ്രൈസിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലല്ലേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. യെസ്. ദ റിട്ടൺ ലെറ്റർ ഈസ് കംപ്ലീറ്റ്. ഓക്കെ, ലെറ്റർ ഈസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയുള്ള ലെറ്റർ ആണ്? എഴുതിയ ലെറ്റർ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഞാൻ റിട്ടൺ ലെറ്റർ ഈസ് കംപ്ലീറ്റ്. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. യെസ്. Spoken English class is started. ഓർക്കപ്പുറ Spoken English class is started. പറ്റുമോ? അതെ, ആ തുടക്കം കിട്ടിയില്ല സിയ. Spoken. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഈസ് സ്റ്റാർട്ടഡ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഞാനത് വെച്ചിട്ട് വേറൊരു പറയാൻ വേണ്ടി ഇരുന്നായിരുന്നു, അത് നിങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഓക്കെ, കുഴപ്പമില്ല. The broken glass was inside the store. Yes, ബിനീഷ, അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ദ ബ്രോക്കൺ ഗ്ലാസ് വാസ് ഇൻസൈഡ് ദ സ്റ്റോർ. വെരി ഗുഡ്. കണ്ട, ഗ്ലാസിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ളത്? ബ്രോക്കൺ, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. കണ്ട, ബ്രോക്കൺ കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. ദ ഷർട്ട് ഈസ് വെരി ബിഗ് എന്ന് പറയുമ്പോഴല്ല, ആ ഷർട്ട് വലുതാണ്. ആ ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണോ? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. കേട്ടാ, വെർബിന്റെ മൂന്നാമത്തെ ഫോമിന് തന്നെ ബിഗ് എന്നുള്ളതിന്റെ പ്രസന്റേഷൻ പാസ്റ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ചിന്തിക്കുക, വെർബിന്റെ മൂന്നാമത്തെ ഫോം ആയിരിക്കും കേട്ടോ. ഓക്കെ 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 ഓക്കെ. അതിൻ്റെ അകത്ത് ഏതാണ് ശ്രുതി ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവ് ഏതാണ്? ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരി, അത് എന്തിനാണ് വിശേഷിപ്പിക്കണേ? എന്തെങ്കിലും ഒരു സംഗതിയെ വിശേഷിപ്പിക്കണം. അവിടെയാണ് അത് ചെറിയൊരു ഇത് സെന്റൻസ് കറക്റ്റ് ആണത്, അർത്ഥമൊക്കെ കറക്റ്റ്. പക്ഷെ നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ടല്ലോ വന്നേക്കുന്നത്, വേറൊരു രീതിയിലാണ് സാധനം വന്നിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പഠിക്കുന്ന സംഭവത്തില് ആ എക്സാമ്പിൾസ് കൂട്ടാം. ഓക്കെ ഓക്കെ. സർ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ജോയിൻ ചെയ്യാൻ പറ്റും ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും? എവിടെ? ഇപ്പൊ ഹാഡ് ഗോൺ ടു ദുബായ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവിടെ നമുക്ക് ഏതെങ്കിലും വേർഡ് യൂസ് ചെയ്യാൻ ഈ ഒരു സെന്റൻസിൽ പറ്റുമോ? പറ്റൂലല്ലേ? ഓക്കെ, അത് വെർബിന്റെ അകത്ത് വരുമല്ലോ. നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം പറയുമ്പോൾ നോക്കിയാൽ അടുത്തൊരാളെ ഞാൻ എന്റെ ഇടയ്ക്ക് കണ്ടു, ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ്. അപ്പോ ആരാ എഴുതിയത്? സ്മിത. സ്മിത, അതിൻ്റെ അകത്തുള്ള അഡ്ജക്റ്റീവ് ഏതാണ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെ അല്ലെങ്കിൽ സ്ഥലത്തെ അതിനെ വിശേഷിപ്പിക്കണം. അപ്പൊ സ്മിതയുടെ നോട്ടത്തിൽ അതിൻ്റെ അകത്തൊരു അഡ്ജക്റ്റീവ് ഏതാണ്? ക്രിയേറ്റ്, സൃഷ്ടിക്കുക എന്നാണ് അല്ലേ? സൃഷ്ടിക്കുക. അപ്പൊ അത് വേണമെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ദ ക്രിയേറ്റഡ് വേൾഡ് എന്ന് പറഞ്ഞു നോക്കുന്നത് ആരംഭിക്കാം. സൃഷ്ടിക്കപ്പെട്ട ലോകം. ഇതിപ്പോ ഗോഡ് ക്രിയേറ്റഡ് എന്ന്, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് അർത്ഥം ഇല്ലാതെ വരുള്ളൂ. അത് വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അഡ്ജക്റ്റീവ് ആയിട്ടല്ല, മറിച്ച് വെർബായിട്ടാണ്. ആ ക്രിയേറ്റഡ് എന്ന് പറയുന്ന വേർഡ് അവിടെ വരുന്നത് വെർബ്, ഒരു പ്രവൃത്തിയായിട്ടാണ്. സൃഷ്ടിച്ചു. ഓക്കെ, അടുത്തത്.
ടേക്കൻ പേപ്പർ ആർ നോട്ട് നെസസറി. എടുത്ത പേപ്പറുകൾ അത്യാവശ്യമുള്ളതല്ല. ഓക്കെ, അടുത്തത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അതിന്റെ ഒരു വാക്ക് കിട്ടാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടാണ്. പിടികിട്ടായിരിക്കൊന്നുമില്ലല്ലോ. എന്താണ് സംഭവം എന്ന് പിടികിട്ടിയില്ലേ? വെർബിന്റെ യെസ്, ഇതിന്റെ അകത്ത് ഫാത്തിമ ഇത് ദിശ കറക്റ്റ് ആണ്. ലോസ്റ്റ് പേഴ്സ്, ലോസ്റ്റ് എന്ന് പറഞ്ഞ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. നഷ്ടപ്പെട്ട പേഴ്സ്. യെസ്, വെരി ഗുഡ്. അതിന്റെ മുകളിൽ വന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. അത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു വസ്തുവിനെയോ ഒരു സ്ഥലത്തിനെയോ ഒരു സംഗതിയെയോ വിശേഷിപ്പിക്കണം. ഓക്കെ ശ്രുതി, വെരി ഗുഡ്. ഹെയർ റിട്ടൺ ഇംഗ്ലീഷ്, അവളുടെ എഴുതുന്ന രീതിയാണ് സ്പോക്കൺ ഇംഗ്ലീഷിനേക്കാൾ നല്ലത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇനി the smashed potatoes are in the fridge. Okay, correct ആണ്, correct ആണ്. യെസ്, അലീഷ, അതും കറക്റ്റ് ആണ്. കുക്ക്ഡ് ഫുഡ് ഈസ് ഓൺ ദ ടേബിൾ. പാകം ചെയ്ത ഭക്ഷണം എവിടെയുണ്ട്? മേശപ്പുറത്തുണ്ട്. കുക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കുക്ക്ഡ്, COOKED. ഫുഡ് ഫുഡിനെ വിശേഷിപ്പിക്കുന്നു ഭക്ഷണത്തെ. ഓക്കെ, എങ്ങനെയുള്ളത്? പാകം ചെയ്ത ഭക്ഷണം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സംഭവം ഇതാണ്, തന്നിരിക്കുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേർഡ് എന്തായിട്ട് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഉപയോഗിക്കേണ്ടത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഓക്കെ, അതാണ് അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തൊരു ഉപയോഗം കൂടി തന്നെയാണ്. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേർഡ് എന്തായിട്ട് ഉപയോഗിക്കണം? വെർബ് ആയിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? വെർബ്, ക്രിയ ആയിട്ട് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ നോക്കുക, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴും വരുന്നത്, ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ്, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഈ മൂന്ന് ടെൻസുകളിൽ നിർബന്ധമായിട്ടും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ, എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ING ഉള്ള വാക്ക് വെർബായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും പറഞ്ഞു. ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ആ വേർഡ് വെർബായിട്ട് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഒന്നുകിൽ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് മൂന്നും എന്താണെന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഹെഡിങ് ചെയ്ത് പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്. ആ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് എഴുതിയിട്ട് ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ അടിയിൽ എഴുതുക S പ്ലസ്, S എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റ് പ്ലസ് S പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഹാസ് ഒരു സ്ലാഷ് വരച്ചിട്ട് ഹാവ്, ഹാസ് ഓർ ഹാവ്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബി. ബി എന്ന് പറഞ്ഞ വെർബിന്റെ ഷോർട്ട് ഫോം ആണ് ബി. ഓക്കെ, എന്നിട്ട് ആ ബിയുടെ ബ്രാക്കറ്റിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നെഴുതാം, അല്ലെങ്കിൽ PP എന്നെഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സബ്ജക്റ്റ് ഉപയോഗിക്കണം, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കണം. ആ വെർബ് ഏത് ടെൻസ് ആയിരിക്കണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയണത്. യെസ്, ഇനി അതിന്റെ താഴെ അടുത്തെഴുതും പാസ്റ്റ് പെർഫെക്റ്റ്, PAST, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ,
അതിന് താഴെ എഴുതുക എസ് പ്ലസ് ഹാഡ് പ്ലസ് HAD ഹാഡ് പ്ലസ് വെർബ് വി എസ് പ്ലസ് ഹാഡ് പ്ലസ് വി വെർബ്, എന്നിട്ട് ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എഴുതാം PP. യെസ്. അപ്പൊ സബ്ജക്റ്റ് ഹാഡ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുന്നു. ആ വെർബിന് ഉപയോഗിക്കുന്ന ടെൻസ് മൂന്നാമത്തെ ഫോം. ഓക്കെ ഷാജിദ, ഇറ്റ്സ് കറക്റ്റ് ആണ്. അതിനെയാണ് നമ്മളിത് പറയുക പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുക. യെസ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒരു വെർബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിൽ എഴുതുക, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതുക. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ പറയാം, പ്രസന്റ് പെർഫെക്റ്റിന്റെ എക്സാമ്പിൾ പറയാം. ഐ ഹാവ് റെഡ് ദ ലെറ്റർ. ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കറക്റ്റ് അല്ല. ഐ സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവിലെ ഹാവ്, പിന്നെ റീഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റെഡ്. ഐ ഹാവ് റെഡ് ദ ലെറ്റർ. വേറൊരു എക്സാമ്പിൾ പറയാം. ഷീ ഹാസ് റിട്ടൺ ദ ലെറ്റർ. അവള് കത്ത് എഴുതി കഴിഞ്ഞു. ഷീ ഹാസ് റിട്ടൺ ദ ലെറ്റർ. ഓക്കെ. നിങ്ങൾ അപ്പൊ ഒന്ന് രണ്ട് പേര് 1, 2, 3 എക്സാമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് ഒന്ന് പറഞ്ഞ്. Sunil has finished the work. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സജന, കറക്റ്റ് ആണ്. സുരഭി കറക്റ്റ് ആണ്. ഷീ ഹാസ് ഗോൺ. ഓക്കെ സുരഭി. ഷീ വന്നു, ഹാസ് വന്നു, ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. ഷീ ഹാസ് ഗോൺ. ഓക്കെ. The cows have eaten all the grass. Yes, the cows. അപ്പൊ കൗസ് നാക്കാം, ഹാവ് അല്ല പറഞ്ഞ. കൗസ് Cows Have എന്ന് പറഞ്ഞ the cows have eaten all the grass. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് സജന, കറക്റ്റ് ആണ്. ഇനി I have drawn the picture. I have Drawn the picture. I have agreed already. Okay, correct ആണ്. They have played on the ground. Correct ആണ്. I have met the doctor. Hema, correct ആണ്. Yes. I have arrived in the morning. Arrived this morning. ഒന്നുകൂടി പറഞ്ഞേ. I have arrived this morning. Okay, very good. I have arrived this morning. Correct ആണ്. Okay, okay, okay. He has written the poem. Okay, Smita. She has used the rest. Okay, Shanti. Yes. Correct ആണ്. അപ്പൊ മനസ്സിലായല്ലോ, ഇവിടെയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാനാണ്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ. അപ്പൊ പല ആളുകളും, കുറച്ചു പേര് നേരത്തെ ഞാൻ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ ഈ രീതിയിൽ എഴുതിയിരുന്നു. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ആണ് വെർബായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുന്നിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരും. യെസ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം ചെയ്യാം. അത് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഞാൻ തന്നെ ഒരെണ്ണം ആരംഭിച്ചു വെക്കുകയാണ്. ഐ ഹാഡ് മിസ്റ്റേക്കൻ യു. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് മിസ്റ്റേക്കൻ യു. ഓക്കെ, നിങ്ങളൊന്ന് പറഞ്ഞു. I had written a letter. Okay, we had written a letter. ഷാജില പറയുന്നു he had worked for me. ഹാഡ് എന്ന് വേണം, ഹാഡിന്റെ കൂടെ നോട്ടൊക്കെ ചേർന്നോട്ടെ. ഹാഡ് നോട്ട് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. നോട്ട് ചേർത്ത് എല്ലാവരും ഹാഡ് തന്നെയാണ് പോണേ. ചേഞ്ച് ഒക്കെ വരട്ടെ. ഐ ഹാഡ് നോട്ട് ടേക്കൺ മൈ ഫുഡ്. വേണ്ട, ഞാൻ എന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല.
I had finished the work. Okay, finish correct. She had passed the driving test. Okay, Hema, correct. I had lived in London. Correct, Anna? Vaiselana. Sudhi, I had gone to France last year. Okay. The rain had stopped. The rain had Okay, very good. stopped. Okay. That's correct. The rain had stopped. Yes. Okay. ഈ ടെൻസ് എവിടെയാണ് ഉപയോഗിക്കണമെന്ന് അറിയാമോ? ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് എവിടെയാണ് ഉപയോഗിക്കണമെന്ന് അറിയാമോ? ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കണമെന്ന് അറിയാമോ? യെസ്, ഭൂതകാലത്ത് അറിയില്ല. ഭൂതകാലത്ത് ഇത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയാണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ പോരെ? അതിനാ പോയിരുന്നു എന്നുള്ളത് പറയുന്നതാണോ? എന്തോ പോയിരുന്നു എന്നുള്ളത് പറയുന്നതാണോ? പോയിരുന്നു എന്നുള്ളത് പറയാനാണോ? പോയി, പക്ഷെ ഇപ്പൊ പ്രസന്റ് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. യെസ്, ഓക്കെ. പിന്നെ അഭിപ്രായങ്ങൾ പറയട്ടെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. അപ്പൊ ഞാൻ ഒരു കത്ത് എഴുതി കഴിഞ്ഞിരുന്നു. അപ്പൊ കഴിഞ്ഞിരുന്നു, അങ്ങനെ എഴുതി കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ പറയുമ്പോ ഇതിനെ പാസ്റ്റ് പെർഫെക്റ്റ്. ചെയ്ത് കഴിഞ്ഞ കാര്യാണോ? ഉണ്ടായി കഴിഞ്ഞ കാര്യാണോ? ഉണ്ടായി കഴിഞ്ഞ കാര്യം നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ പോരെ? വെന്റ് എന്ന് പറഞ്ഞാൽ പോരെ? ഹി വെന്റ് എന്ന് പറഞ്ഞാൽ പോരെ? ഹി ഹാഡ് ഗോൺ എന്ന് പറയുന്നത് എന്താണ്? മഴ നിന്നു മഴ കഴിഞ്ഞില്ലേ? അങ്ങനെയാണോ? ജസ്റ്റ് നൗ ഹാസ് ഓർ ഹാവ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനാണ്. പോകും. ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, ബട്ട് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ ഈസ് കമ്മിങ് ഓർ കമൻസ്ഡ്. ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനാണോ? ഓക്കെ. നിങ്ങൾ മറന്നു പോവാത്ത രീതിയിൽ ഒരു ഞാൻ എക്സാമ്പിൾ പറയാം. ഇതിനകത്ത് ഭർത്താക്കന്മാര് നല്ല കമ്പനി ആയിട്ടുള്ള ആളാരാണ്? കമ്പനി ആയിട്ടുള്ള ഭർത്താക്കന്മാര് നല്ല കമ്പനി ആയിട്ടുള്ള ജോലിയായിട്ടുള്ളത് ആരാണുള്ളത് ഇതിന്റെ അകത്ത്? ഭർത്താക്കന്മാര് കമ്പനി തന്നെയല്ലേ? പറയാൻ പറ്റൂ. യെസ്, അപ്പൊ ഓക്കെ. സൈനുവിനെ തന്നെ ഞാൻ പിടിക്കും കേട്ടാ. സൈനു വളരെ ഇന്നസെന്റ് ആണ്. സൈനുവിന്റെ ഭർത്താവിന്റെ പേരെന്താണ്? സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ. അപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയാണ്. ഇത് എക്സാമ്പിൾ അല്ല, റിയൽ അല്ല. സൈനു സക്കീർ ഹുസൈനെ കല്യാണം കഴിച്ചത് 2000-ലാന്ന് വിചാരിക്കും. 2000 സപ്പോസ്. 2005. ഓക്കെ, അപ്പൊ 2005. 2005. അപ്പോ സക്കീർ ഹുസൈനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരാളെ സ്നേഹിച്ചിരുന്നു. അപ്പോ ഞാൻ കഥ പറയട്ടെ. സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ തൽക്കാലത്തേക്ക് അൽത്താഫ് എന്ന് മാറ്റി. വെറുതെ പറയുന്ന. അപ്പൊ അത് നടന്നത്, സ്നേഹിച്ചിരുന്നത് 2000-ലാണ്. കല്യാണം കഴിഞ്ഞത് 2005-ലാണ്. ഇപ്പോ 2024 ഈ എല്ലാ വിവരങ്ങളും അറിയാവുന്ന എന്നോട് സൈന് പറയാണ്, ഞാൻ അൽത്താഫിനെ സ്നേഹിച്ചു. നല്ല ഭർത്താവിന്റെ പേര് സൈനുദ്ദീൻ. സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈനെ കല്യാണം കഴിച്ചു എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ കല്യാണം ഞാൻ അൽത്താഫിനെ സ്നേഹിച്ചു. പറഞ്ഞു സൈനിക്കിന് ഇഷ്ടമുള്ള പോലെ പറഞ്ഞു. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ പറഞ്ഞു കറക്റ്റ് പേര് വെച്ച്. ഐ മാരീഡ് സക്കീർ ഹുസൈൻ. ഐ മാരീഡ് സക്കീർ ഹുസൈൻ. ഐ ലവ്ഡ്
ആ പേര് കേട്ടില്ല. അൽത്താഫോ. ഓക്കെ. ഇവിടെ ഒരു മിസ്റ്റേക്ക് സൈനിക പറഞ്ഞപ്പോ പറ്റി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി നിങ്ങൾ ഓർത്തിരിക്കുക, ഈ കല്യാണം കഴിച്ചതാണോ സ്നേഹിച്ചതാണോ ആദ്യം നടന്ന സംഭവം? ഈ രണ്ടും കഴിഞ്ഞ അല്ലേ? കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ കാര്യം 2005 കഴിഞ്ഞതാണ്, സ്നേഹിച്ചു എന്ന് പറഞ്ഞത് 2000 കഴിഞ്ഞു. അപ്പൊ രണ്ടും കഴിഞ്ഞു പോയ സംഭവം. അപ്പൊ രണ്ടും പാസ്റ്റ് ടെൻസ് ആണ്. അതായത് ഐ മാരീഡ്, ഐ ലവ്ഡ് അല്ലെ? അപ്പൊ ആദ്യം നടന്ന സംഭവം എപ്പോഴും രണ്ട് പാസ്റ്റ് ടെൻസ് വരുമ്പോ അതിൽ ആദ്യം നടന്ന സംഭവം ഉണ്ടെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. മനസ്സിലായില്ലേ? അപ്പൊ കറക്റ്റ് സെന്റൻസ് എന്ന് പറയുമ്പോ എന്ത് പറയും? ഐ മാരീഡ് സക്കീർ ഹുസൈൻ ബട്ട് ഐ ഹാഡ് ലവ്ഡ് അൽത്താഫ്. മനസ്സിലായോ? രണ്ട് പാസ്റ്റ് ടെൻസ് വരുമ്പോ ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിലും വരും. ഓക്കെ, ഇനി കാര്യം മറക്കൂലല്ലോ? ഇനി ഒരിക്കലും മറക്കൂല. അപ്പൊ രണ്ട് പാസ്റ്റ് ടെൻസ് ഒരു സെന്റൻസിൽ കയറി വരുമ്പോ ഓർത്തിരിക്കുക. ഇവിടെ ജാൻസി എന്ന് പറഞ്ഞു, അത് ജാൻസി അത് സൂചിപ്പിച്ചു, ജാൻസി സോജൻ അത് പറഞ്ഞു, അത് കറക്റ്റ് ആണത്. ജാൻസി പിന്നെ ഇങ്ങനെ ഒരു ഓർമ്മേന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അപ്പൊ ഇതിന് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഉദാഹരണം മറന്നു പോയിക്കൊള്ളുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. രണ്ട് പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ആദ്യം നടന്ന സംഭവം അങ്ങനെ പറയും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചോദ്യം സിയനോടാണ്, അല്ല സിയനോടാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്നതല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം, ഹേമ. ഓക്കെ, ഹേമനോടാണ് ചോദ്യം. ഹേമ ഒരു വീട്ടിലോട്ട് പോവുകയാണ്, അതായത് ഏതെങ്കിലും സമയത്ത് അവിടെ ചെല്ലാന്ന് പറയുന്നു. അവിടെ ചെന്നിട്ട് ഹേമയുടെ കൂട്ടുകാരി ഒപ്പം എവിടെയെങ്കിലും പോകുന്ന വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഹേമ അവിടെ ചെന്നപ്പോ അവള് പോയി. അതിന്റെ വിഷമിച്ച് ഹേമ തിരിച്ചു വരുമ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പൊ ഹേമ എന്നോട് പറയാണ്, ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവള് പോയിട്ടുണ്ടായിരുന്നു. യെസ്, ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. I went to her home, but she gone. She had gone. Sorry, sir. She had gone. She had gone. അപ്പൊ ഒന്നുകൂടി നമുക്കതൊരു ഭംഗിയാക്കാം. When I reached her home, she had gone. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവള് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നതാണോ അവൾ പോയതാണോ ആദ്യം നടന്നത്? അവൾ പോയതല്ലേ, അത് പാസ്റ്റ് പെർഫെക്റ്റ് പറയണം. അല്ല, when I reached the railway station, the train had left. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രെയിൻ പോയതാണോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണോ ആദ്യം നടന്ന സംഭവം? ആദ്യം നടന്ന സംഭവം ഏതാണ്? ട്രെയിൻ പോയതാണ്. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ഇനി അത് മറന്നു പോകില്ലല്ലോ. ഓക്കെ, അപ്പോ സഹീർ ഹുസൈനെയും അൽത്താഫിനെയും എല്ലാം മറന്നേക്ക, ഈ സംഭവം മാത്രം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, മറക്കാൻ പറ്റുമോ സാറേ? അയ്യോ, ഞാൻ നമ്മുടെ സൈനികരോട് പറഞ്ഞത്. എന്റെ പേര് ഷെരീഫാന്നാണ് സാറിന്റെ പേര് ഷെരീഫാന്നാണ്. പക്ഷെ ഇതില് എങ്ങനെ കൊടുത്തപ്പോ സൈനു എന്നാണ്. ശരിക്കും പേര് ഷെരീഫ. ഓക്കെ. അപ്പൊ എന്ത് വിളിക്കുന്നതാണ് താല്പര്യം? സൈനു എന്ന് വിളിക്കുന്നതാണ്, ഷെരീഫ എന്ന് വിളിക്കുന്നതാണ്? എന്തായാലും കുഴപ്പമില്ല. സാറിന് എളുപ്പം എങ്ങനെ വിളിക്കാൻ പറ്റുന്ന അത് വിളിക്കാം. കാണുമ്പോൾ അങ്ങനെ വിളിച്ചു പോണതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഓക്കെ, ഇനി അത് നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഉപയോഗം നിങ്ങൾ അത് മറന്നു പോകില്ല. യെസ്, അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതി അവസാനിപ്പിക്കുകയാണ്. അപ്പോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള കാര്യം ഞാനൊന്ന് ചുരുക്കി ഒന്ന് പറയാണ്. അപ്പോ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ മൂന്നാമത്തെ ഫോം എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കണം. അതുമല്ല എങ്കിൽ വെർബായിട്ടും ഉപയോഗിക്കണം. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റിലോ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോ വരും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ ചോദിക്കാം. If you have any doubt, you can ask me. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായി? അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസന്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞു, ഇന്ന് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞു. യെസ്,
സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, നിങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ള നല്ല മിടുക്കികളായിട്ടുള്ള സൈനു പറഞ്ഞു. വെരി ഗുഡ്. സൈനു മാത്രമല്ല, സജന, ജെസി, ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. സാബു, സബന, റിയാസ്, രമ്യ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാം വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്. യെസ് ദീപ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തായിട്ട് ചോദ്യം ചോദിക്കാൻ പോയിട്ട്, ചോദ്യം എല്ലാവരോടും കൂടിയാണ്. പക്ഷെ ഞാൻ ആദ്യത്തെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഞാൻ സിയെ വിളിക്കുകയാണ്. ഓക്കെ, റെഡി? സിയ. Yes, sir. Yes, sir. ഓക്കെ ഓക്കെ. അപ്പൊ സിയെ ആദ്യം ഉത്തരം പറയുന്നു. ചോദ്യം എല്ലാവരോടും കൂടിയാണ്. അപ്പൊ അത് കഴിയുമ്പോ ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനോട് മാനസികമായി തയ്യാറെടുപ്പ് എത്തുക. അപ്പൊ ഞാൻ എന്റെ സന്ദർഭം പറയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സീരിയലിനെ കുറിച്ചല്ലേ പറഞ്ഞത്? അതെ അതെ, പ്രേംകുമാറിന്റെ എൻഡോസൾഫൻ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് അടുത്തൊരു വിഷയം പറയുകയാണ്. വിഷയം വേറെ ഒന്നുമില്ല, വെരി സിമ്പിൾ ആണ്. 2024 ഈ മാസം കൂടി കഴിഞ്ഞ, ഈ മാസത്തിന്റെ ഏതാണ്ട് ഒരു 20 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2024 വിട പറയുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് 2024 ദുഃഖങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നത് 2025 ദുഃഖങ്ങളാണ്. സോ 2024 ഈസ് അബൌട്ട് ടു ലീവ്. അപ്പോ 2025 വരുമ്പോ സിയെ സംബന്ധിച്ച് ഓരോരുത്തരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. യു ഹാവ് യുവർ ഓൺ എക്സ്പെക്ടേഷൻസ് അബൌട്ട് 2025. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഈ 2025 പൂർത്തിയാക്കണം അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്: വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് 2025? 2025 നല്ലൊരു ഇതല്ലേ, 25 ഒരു ജൂബിലി വർഷമല്ലേ. ആ 25 എന്ന് പറയുമ്പോൾ 2025 ജൂബിലി വർഷം പോലെയാണ് വരുന്നത്. ആ ജൂബിലി വർഷത്തിന് നിങ്ങൾ എങ്ങനെയാണ് ഈ ജൂബിലി വർഷത്തെ കാണുന്നത്? ഓർ വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ്, യുവർ ഡ്രീംസ് അബൌട്ട് 2025 ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലാതെ ലോകത്താകമാനം സംഭവിക്കില്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ എന്ന് പറഞ്ഞ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന എന്താ 2025 വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻസ്? അല്ലെങ്കിൽ ഈ പ്രാവശ്യം, ഈ ഒരു വർഷം 2025 ഡിസംബറിന് മുമ്പ് ചെയ്തു തീർക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എത്തിപ്പിടിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന, കൈയടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? ഉറങ്ങിക്കിടക്കും, APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതിന്റെ സ്വപ്നം. ചില സ്വപ്നങ്ങൾ കണ്ടാൽ നമുക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം നഷ്ടപ്പെടും. നമ്മുടെ അത്രയും തീവ്രമാണ് നമ്മുടെ ആഗ്രഹം. ആ ആഗ്രഹം പൂർത്തീകരിച്ച് കഴിഞ്ഞാലേ നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റും. ഞാനിതൊക്കെ നീട്ടിപ്പിടിക്കുന്നത് സിയൊക്കെ ആലോചിക്കുന്ന സമയം തരുന്നുണ്ട്. അപ്പോ ആ ആഗ്രഹം പൂർത്തീകരിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. അപ്പൊ ഉറങ്ങാതിരിക്കുമ്പോഴും നമ്മളെ വേട്ടയായിട്ടുന്ന ഒന്നാണ് നമ്മുടെ പൂർത്തീകരിക്കാനുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ 2025 നിങ്ങൾ കാണുന്ന സ്വപ്നം എന്തൊക്കെയാണ്? അതാണ് എന്റെ ചോദ്യം. യുവർ എക്സ്പെക്ടേഷൻ, യുവർ പോസിബിലിറ്റി, യുവർ ഡ്രീം. ഓക്കെ, സിയ സ്റ്റാർട്ട് ചെയ്തോളൂ. I want to complete this Montessori course very successfully and wish to join a Montessori facilitator in Yes. this. Then I think I am working. ഇനി എനിക്കൊന്നും വരുന്നില്ല. ഇത് രണ്ടാ ഞാൻ ഓർത്തത്. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റൊരു വിഷയമേ അല്ല. യു സ്റ്റാർട്ട്. അത് തന്നെയാണ് കഥ. ആദ്യം കളയ, ആ ചമ്മലങ്ങടെ കളയ. ഞാൻ പറയും തെറ്റിയാലെന്താണ്? ഞങ്ങൾ 10-38 പേരുള്ള ഒരു കുടുംബത്തിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾ. ഓക്കെ, ഞാൻ പറയാം. സിഎഞ്ഞുവിലും പോയിന്റ് ഉണ്ടോ പറയാൻ? വേണ്ട, വേറെ ആര് പറയട്ടെ. അതിട്ട് പറയാന്നല്ലേ. അഭിജിത്ത് പറഞ്ഞോളൂ. Sir, I had finished the course Montessori teacher training. Yes. And I will wish to have a teacher facilitator in the school. Yes. That's all, sir. I must have wished Yes. to as a facilitator, become a facilitator. Okay. Oh, that is your dream, to become a Montessori teacher. Okay, okay, okay. ഇനി അടുത്തൊരാള്.
ആരാണ്? ശ്രുതി. ശ്രുതി. യെസ്. സൈനു ആലോചിച്ച് വെച്ചോട്ടോ. യെസ്. എന്നാ സുരഭി പറയും. എന്താ സൈനു? ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇല്ലേ സൈനു? ആലോചിക്കന്നെയാണ് സാർ. ആലോചിച്ചോളൂ. നോ പ്രോബ്ലം. ഓക്കെ. ആലോചിച്ചോളൂ. സൈന ആലോചിക്കുന്നതായിട്ട് ഇവിടെ റിപ്പോർട്ട് കിട്ടി, അതിന്റെ പേരിലാണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ആലോചിച്ചോളൂ. വെരി ഗുഡ്. യെസ്. സുരഭി. Sir, excuse me, എനിക്കൊരു ആഗ്രഹം കൊണ്ടുണ്ട്. Wish to had my son finish the aviation, his degree with diploma. He's job for getting a job. My son. Yes. Sir. You want your son to be employed. ജോലി കിട്ടിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ഞാൻ നേരത്തെ ചോദിക്കാൻ പോയത് ചോദ്യമായിരുന്നു, ഹാവ് യു എനി ഡ്രീം അബൌട്ട് യുവർ ഫാമിലി എന്നായിരുന്നു. അപ്പോ ആ രണ്ടെണ്ണം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളപ്പോൾ ഞാൻ മിണ്ടില്ലെന്നുള്ളൂ. ഓക്കെ. യെസ്. സുരഭി. യെസ്. ഓക്കെ. സജന. പോയിന്റ് ആലോചിച്ചിട്ട് രണ്ട് സെന്റൻസ് എഴുതിയത്. A jubilee year is a time of celebration. In my dream, in going on a pilgrimage. To go for a pilgrim. Yes, pilgrimage. Yes. In my case, joining a good school. Good school. Okay. Then in jubilee year, we went to husband's job place. Yes. Okay. In vacation time, celebrating in husband's job company. Yes. പറഞ്ഞോ സജനയുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. സ്വപ്നം പറയാനുണ്ടെന്ന് കുഴപ്പമില്ല. In my ambition, I പറയാൻ കിട്ടുള്ള സാർ. ഓക്കെ. പറഞ്ഞ് പഠിക്കണം കേട്ടോ. പറഞ്ഞ് തന്നെ പഠിക്കണം. അല്ലാണ്ട് ഇത് നമ്മള് പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല. പറഞ്ഞ് തന്നെ പഠിക്കണം. തെറ്റും. എത്ര പ്രാവശ്യം വീണിട്ടാണ് നമ്മൾ നിൽക്കാൻ പഠിച്ചത്, എത്ര പ്രാവശ്യം വീണിട്ട് നമ്മൾ നടക്കാൻ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു തന്നെ ശരിയാണ്. ഓക്കെ. ഹേമ. Yes, sir. പറഞ്ഞോളൂ ഹേമ. I expect you more. Sir, 2025 should be an year without obstacles. Oh, very good. Okay. I should reach to my goal. Yes. It's the last year of my husband servicing as a soldier. Yes. After this year, he will have his retirement. Yes. And my daughter is entering into her 10th standard. Yes. I hope it to be a good year for us. Yes. Okay. Happy year. Okay, very good. So jubilee year is the happy year for Hema. Let it be so. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. Okay. Jansi. Thank you, sir. Okay, welcome. Jansi.
Okay. സൈനു സൈനു ഓക്കെ ഇപ്പൊ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ സൈനു പറയൂ. ചിന്തിച്ച് അത് മലയാളത്തിൽ കുറെ ചിന്തിച്ചു, ഇംഗ്ലീഷിൽ ചിന്തിക്കാനാ കഴിയാത്തത്. അതെ, മലയാളത്തിൽ ചിന്തിച്ചു കഴിയുമ്പോൾ കുറെ ഐഡിയ കിട്ടിയില്ലേ? ആ ഐഡിയ നമ്മൾ നേരെ ഇംഗ്ലീഷിലോട്ട് പറഞ്ഞു. തെറ്റിക്കോട്ടെ സൈനു, ധൈര്യം വേണ്ടി പറഞ്ഞു. ഇത്രയും സപ്പോർട്ട് ആര് തരും? മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, പിന്നെ ബിഫോർ 2024 സ്കൂൾ ടീച്ചിങ്ങിന് പോവാന്. സ്കൂൾ ടീച്ചർ. ഓക്കെ 2025. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ്. സാർ ഞാൻ പറയട്ടെ. ഓക്കെ ഓക്കെ 2 മിനിറ്റ് കൊടുക്കാം നമുക്ക്. ഓക്കെ സാബു റെഡി ആയിക്കോളൂ. പിന്നെ ഐ ആം ഡിഗ്രി കംപ്ലീറ്റഡ്. എനിക്ക് അതിന് ഇതുണ്ട്, ആഗ്രഹമുണ്ട് ചെയ്യാന്. ഓക്കെ 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 ടു കംപ്ലീറ്റ് യുവർ ഡിഗ്രി. ഓക്കെ വെരി ഗുഡ്. പിന്നെ യുവർ ഹസ്ബൻഡ് ദുബായിൽ പോവാന്. അപ്പൊ മൈ ഹസ്ബൻഡ് ഈസ് ഇൻ ദുബായ്, ഐ വാണ്ട് ടു ഗോ അബ്രോഡ്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ അത്രയൊക്കെ ഉള്ളല്ലേ? പിന്നെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞ് പഠിക്കണം എന്ന് പറയാൻ പറ്റുള്ളൂ. യെസ് ഓക്കെ 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 പറഞ്ഞു പഠിക്കുള്ളൂ. പറഞ്ഞു അടുത്ത പ്രാവശ്യം നമുക്ക് ഞാൻ ചാൻസ് തരാം. അപ്പൊ അത് പറയാം. അപ്പൊ നോക്കെ ആദ്യം നമുക്ക് ചോദിക്കാം. സാബു ആയതുകൊണ്ട് ഓക്കെ സാബു അൽബി. ശരിക്കും പേരെന്താണ്? മോളി. മോളി സാബു. മോളി. ഓക്കെ 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 പറഞ്ഞോ. My dream is I want to complete this course and next year I want a good teacher. To become a good teacher. Very good. സാർ ഞാൻ പറയട്ടെ? ഓക്കെ പറഞ്ഞോ. Okay. Actually, when it comes to dreams or expectations, I don't have many dreams at all. You have many expectations at all. Okay, I don't have a lot of expectations, and it's because whenever I expected a lot, I didn't get a lot. I mean, like, I never get at all what I expected. But yeah, so when you got to next year, I mean 2K25 with not a lot of expectation, but a heart with an empty heart. But പറഞ്ഞോളൂ. കണക്ഷൻ പോയി എന്ന് തോന്നുന്നു. ഹലോ ഞാൻ പറഞ്ഞിട്ടെ. സ്മിത പറഞ്ഞോളൂ. എന്നാലേ നമുക്ക് I have finished the Montessori course and attained a good teacher job for good school. Otherwise, I joined the new course MA Sociology for International College. Oh, very good. My elder son completed the 10th standard in this year, and expect my son one full A+. Oh, very good. Yes. Let your dream be fulfilled. Okay. Jesse പറഞ്ഞോളൂ. Hello. പറഞ്ഞോളൂ ജെസ്സി. I have finished the Montessori course in good marks. Yes. I wanted to good facilitator. I wanted to love insurance like my son. Yes. I wanted to be a good job in my son. Yes. I was trying to live in good health. Yes. I wanted to pray for God bless my family, especially in my mother. Yes. I wanted to my family in good way. I wanted to see the work of Mother Teresa in Calcutta. Oh, yes. Then I was going to Trivandrum and Kanyakumari. Yes.
My husband is going to another job in good salary. Yes. Thank you, sir. Yes. Oh, yes. Okay. Yes. ഇനി ആരാണ് ആ ഡി ചാനൽ എന്ന് എഴുതിയേക്കുന്നത്? പേര് പിടി അറിയില്ല, കംപ്ലീറ്റ് ആയില്ല കേട്ടോ. സോറി, എന്റെ കണക്ഷൻ പോയതായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു. യുവർ നെയിം പ്ലീസ്? എന്റെ പേര് ദീപ. ദീപ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ ദീപ. Like I said before, I don't have much dreams and expectations when I enter a new year, but Yes. yeah, it's an excite. It must be something there waiting for me. So it's like hope for good. That's all. Yes. And Okay. Very yeah, good. Very good. I promise myself to build myself a better person, and that's all. Okay. 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 Thank you, sir. Let your dream be fulfilled. Okay. Abhijit Jain. Sir, പറഞ്ഞോളൂ. I have a lot of wishes, but only I'll speak. Told that two wishes. Yes. Yes, sir. കണക്ഷൻ പോയെന്ന് തോന്നുന്നു. സവന, ആർ യു റെഡി? Yes, sir. പറഞ്ഞോളൂ. I often dream of achieving big thing and beginning a successful person in life. In 2025. Okay. Yes. My first biggest dream, Montessori good teacher. Yes. പിന്നെയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് പറയാനായിട്ട് അത് ചെയ്യാനില്ല. ഓക്കെ, വെരി ഗുഡ്. Okay, sir. Thank you. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. രാത്രിയൊക്കെ നിങ്ങൾ വെറുതെ ഉറക്കം വരാതെ കിടക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പറയാ. അത് ഇംഗ്ലീഷിലൊന്ന് മനസ്സിൽ നിങ്ങളോട് തന്നെ പറയുക. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു നോക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കി കഴിയുമ്പോൾ കുറച്ചുകൂടി ദീപ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. First of all, I had completed my Montessori course and I gone to the interview in any school and then selected the interview after gone to facilitator in Montessori school. May the new year bless with wealth, health and happiness. Oh, may the new year be blessed with wealth, health and happiness. Okay, very good. നല്ല സ്റ്റൈലായിട്ടുണ്ട്, റിതമിക് വേർഡ്സ് ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. വീണ്ടും ഉയരങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത്. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു വിഷയമായിട്ടും പുതിയൊരു ഗ്രാമർ സബ്ജക്റ്റുമായിട്ടും നമ്മൾ കാണും. അപ്പൊ നിങ്ങളൊക്കെ പറയുമ്പോൾ ഇത് മാറി നിൽക്കരുത്, അങ്ങനെ ചാടി വീണോ. ഞാൻ അടുത്തത് ഞാൻ അങ്ങനെ ഇരിക്കണം. അവസരങ്ങൾ നമ്മൾ മുന്നിലൂടെ ഇങ്ങനെ പോകും. 2 മാസം കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കാനൊക്കെ ഇടവരുത്തരുത് എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ പറയാം തെറ്റിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, തെറ്റൊക്കെ വരും. അതൊക്കെ ഇന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, എന്താ പറയാൻ പോയി? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ക്ലാസ്സിലല്ലോ ഏത് ക്രിസ്മസ് അവധിയാണ് ഉദ്ദേശിച്ചത്? അല്ല, ഞങ്ങൾ മോണ്ടിസോറിയുടെ മൊഡ്യൂൾ 1 എക്സാം അല്ല വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോ അതാണ് 15-ാം തീയതി വല്ല അവധിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തമ്മിൽ കാണാമല്ലോ. സ്റ്റഡി ടൈമാണ്, ഒരാഴ്ചത്തേക്ക് സ്റ്റഡി ടൈമാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. 14-ാം തീയതി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് ഒരാഴ്ച 1 വീക്ക് ഞങ്ങൾക്ക് സ്റ്റഡി ടൈം തരാമെന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഫസ്റ്റ്
മൊഡ്യൂളിന്റെ എക്സാമിനേഷൻ അല്ലേ? ടേം എക്സാമിനേഷൻ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, കൂടുതൽ മാർക്ക് വാങ്ങുക, കൂടുതൽ വിജയങ്ങൾ കൈവരിക്കുക. ഓക്കെ, പരീക്ഷയൊക്കെ നിങ്ങൾ സുഖമായിട്ട് പാസ്സാവില്ല. ഓക്കെ ഓക്കെ. സോ we will meet. Thank you, sir. Thank you, sir. Thank you, thank you, thank you. God bless you. Okay, okay, okay. Thank you, sir. Thank you, sir. Good night, sir. ക്ലാസ് കഴിഞ്ഞില്ലെന്ന് Take care of. അപ്പൊ അതുകൊണ്ട് ചെല്ലുക. ഓക്കെ, വെരി ഗുഡ്. ഗുഡ് നൈറ്റ്. Thank you, sir. Thank you, sir. Good night, sir. Good night.